ഏവർക്കും എൻ്റെ വലിയ നമസ്കാരം. കുട്ടികളുടെ ലഹരിയാണ് ടു വീലർ ഓടിക്കുക, കാർ ഓടിക്കുക എന്നൊക്കെ പറയുന്നത്. ചില മാതാപിതാക്കളെ സംബന്ധിച്ചോളം തൻ്റെ മക്കൾ, പ്രായപൂർത്തിയാകാത്ത മക്കൾ ടു വീലർ ഓടിക്കുന്നു അല്ലെ കാർ ഓടിക്കുന്നു പറയുന്നത് ഒരു ഹീറോയിസമായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിൽ ഹീറോയിസമായി കാണുന്നവർ കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കുന്നവർ ഉറപ്പായും കേൾക്കേണ്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ മുമ്പ് വരുന്നത്. ഇതിലെ പേരുകളൊക്കെ ഇന്ന് മാറ്റി പറയുകയാണ്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്ന് നൗഷാ എന്ന പേരുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ്റെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തോട് പറയുന്നത്, സാർ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ടുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ചെയ്തു പോയ വീഡിയോ കണ്ടിരുന്നു. തങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നാണ് ഇത് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ പേര് സുബൈർ എന്നാണ്. സുബൈറിന് ഒരു യമഹയുടെ ബൈക്കുണ്ടായിരുന്നു. ആ ബൈക്ക് തൃശ്ശൂരുള്ള ശിവൻ എന്ന പേരുള്ള ആൾക്ക് വിറ്റ സമയത്ത് RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു. പക്ഷേ ഇൻഷുറൻസിലെ പേര് ചേഞ്ച് ചെയ്തിരുന്നില്ല. ശിവൻ പിന്നീട് ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയ സമയത്ത് സുബൈറിൻ്റെ പേര് തന്നെയാണ് ഇൻഷുറൻസ് പുതുക്കിയത്. ശിവൻ്റെ മകൻ, പ്രായപൂർത്തിയ 17 വയസ്സുള്ള മകൻ, ഈ യമഹയുടെ ബൈക്കും എടുത്ത് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വേഗതയിലാണ് ഓടിച്ചു പോയത്. ഈ വാഹനം ഇടിച്ച് 55 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് മരണം സംഭവിച്ചു. മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിച്ചു. കോടതി 50 ലക്ഷം രൂപ കൊടുക്കുവാൻ വിധിച്ചു. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി വാഹനം ഓടിച്ചയാൾ മൈനറായിരുന്നുകൊണ്ടും ലൈസൻസ് ഇല്ലാത്തയാളുകൊണ്ടും നഷ്ടപരിഹാരം കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറായില്ല. പകരം ആ നഷ്ടപരിഹാരം RC ഓണർ കൊടുക്കാൻ പറഞ്ഞാണ് വിധിയായത്. RC ഓണർ ശിവനാണ്. ശിവൻ്റെ ആസ്തിയൊക്കെ നോക്കിയപ്പോൾ 38 ലക്ഷം രൂപയുടെ സാധനം മാത്രമേ വസ്തുക്കളേ ഉള്ളൂ. അത് കോടതി നിന്ന് അറ്റാച്ച് ചെയ്തു. ബാക്കി 12 ലക്ഷം രൂപ കൊടുക്കുന്നതായിരുന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് കിടക്കുന്നത് ശിവൻ്റെ പേരിലല്ല, പഴയ RC ഓണർ സുബൈറിൻ്റെ പേരിലാണ്. ആ സുബൈറിനോട് 12 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കാൻ കാരണം വാഹനം വിൽക്കുമ്പോൾ എന്ന സമയത്ത് പലപ്പോഴും നമ്മൾ RC ഓണർഷിപ്പൊക്കെ ചേഞ്ച് ചെയ്യും. എന്നാൽ ഇൻഷുറൻസിലെ പേര് ചേഞ്ച് കാര്യം ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അങ്ങനെ നമുക്കൊരു സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ വാഹനമൊക്കെ മറ്റാരും കൊണ്ട് ഓടിച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ RC ഓണർ ഈടാക്കാൻ പറ്റാത്ത സാഹചര്യം ഇൻഷുറൻസ് ആരുടെ പേരിലാണ് അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും എന്ന് നമ്മൾ ഈ അനുഭവത്തിൽ തിരിച്ചറിയുക. ഇതുമാത്രമല്ല, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുള്ളത്, വാഹനം ഓടിക്കുന്നതിന് കുറഞ്ഞ പ്രായം 18 വയസ്സും ലൈസൻസും വേണമെന്ന് നമ്മൾ തിരിച്ചറിയുക. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ശാരീരിക വളർച്ച മാത്രം പോലെ മാനസിക വളർച്ചയൂടെ വേണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് ആർക്കെങ്കിലും ഇടിച്ച് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് ആ കുട്ടിയുടെ ഗാർഡിയനോ അല്ലെങ്കിൽ അതിൻ്റെ RC ഓണർ ആരാണോ അവരാണ് കൊടുക്കേണ്ടി വരുന്നത്. അത് ചിലപ്പോൾ 50 ലക്ഷം രൂപയാകാം, 1 കോടി രൂപയാകും. കോടതി വിധിക്കുന്ന ആ തുക RC ഓണറോ അല്ലെങ്കിൽ ഗാർഡിയനോ കൊടുക്കേണ്ട അവസ്ഥ വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച തുക മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയുക. ഒപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യം, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ 199A എന്നൊരു വകുപ്പുണ്ട്. ഈ വകുപ്പ് പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം വരെ ആ ഗാർഡിയൻ അല്ലെങ്കിൽ RC ഓണർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്ന കുറ്റകൃത്യമാണ്. ഒപ്പം തന്നെ 25,000 രൂപ തന്നെ ഫൈനും അടിക്കപ്പെടാം. ഇത് കൂടാതെ 12 മാസത്തേക്ക് ആ വാഹനത്തിൻ്റെ RC രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യും. ഒപ്പം തന്നെ ഈ കുട്ടിക്ക് പിന്നീട് 25 വയസ്സ് പൂർത്തിയാകാതെ ഒരു ലൈസൻസിന് പോലും അപ്ലൈ ചെയ്യാനുള്ള അനുവാദം ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം ഇടിച്ച ഒരാൾക്ക് പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ലയബിലിറ്റിക്ക് RC ഓണർ അല്ലെങ്കിൽ ഗാർഡിയൻ ഉത്തരവാദിയായി തീരും എന്നറിഞ്ഞ് നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നറിയുക. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മാത്രമല്ല, ലൈസൻസ് ഇല്ലാത്ത ഒരാൾ, 18 വയസ്സ് കഴിഞ്ഞ ഒരാളാകാം, ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വാഹനം ഓടിച്ചാലും ഇതേ ലയബിലിറ്റിക്ക് RC ഓണർ ബാധ്യസ്ഥന അല്ലെ വണ്ടി ഓടിച്ചാൽ അല്ലെ RC ഓണർ ബാധ്യസ്ഥനാകുമെന്ന വസ്തുത എല്ലാവരും തിരിച്ചറിയുക. പരമാവധി ആളുകൾ ഈ മെസ്സേജ് എത്തിക്കുമല്ലോ. നന്ദി.